ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ? ഡെത്താണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഡെത്തിൻ്റെ എനർജിയാണ്, സ്റ്റക്നെസ് ആണ്. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഹെർമിറ്റ് മൂൺ. എയ്റ്റ് ഓഫ് കപ്സ്. Page of Wands. Nine of Wands. Nine of Wands. 10 of Wands. 9 of Wands. The Moon. Judgment. Ace of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോർട്സ് ആണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്, കറണ്ട് ഫീലിങ്സ് ആണ് ഫസ്റ്റിൽ എടുത്തിരിക്കുന്ന 6 കാർഡ്സ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് ഇത്, ഇവിടെ എടുത്തിരിക്കുന്ന 6 കാർഡ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജിയാണിത്? 4 ഓഫ് സോഡിൻ്റെ എനർജി. അതായത് നിങ്ങളിവിടെ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ വരുമോ വരുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന കാർഡ് ഫസ്റ്റിൽ ഡെത്താണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഇവിടെ എന്തോ ഒരു സ്റ്റക്നെസ് സംഭവിച്ചിരിക്കുന്നു. അതായത് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു. അത് കാരണം ഇവിടെ കണ്ടില്ലേ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ കുറച്ച് അകലത്തിലാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ്, അവരിവിടെ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ ആയിരിക്കാം ചിലപ്പോൾ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നി അപ്പോൾ പെട്ടെന്നായിരിക്കാം ബ്ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട്, സാമ്പത്തികപരമായ പ്രശ്നമുണ്ടായിട്ട് അവരിവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളിൽ നിന്ന് ഇവിടെ പിരിഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതല്ല എങ്കിൽ അനാരോഗ്യകരമായ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അല്ല എങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിവിടെ വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇത് കുറച്ച് കാലം മാത്രമേ ഈ ഒരു എനർജി നിലനിൽക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിവിടെ കൂടിച്ചേരുന്ന എനർജിയാണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. കാരണം സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ രണ്ടിടത്തും പ്രശ്നമാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് അവരുടെ എനർജിയിൽ ഡെത്താണ്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ രണ്ടിടവും നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ അവരെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. മനസ്സിലായി? ഏതൊരു തടസ്സമുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ജനനമല്ല, വീണ്ടും നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം വരും. വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരും. വീണ്ടും നിങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങളെ മറികടന്ന് വീണ്ടും നിങ്ങൾ സ്ട്രെങ്ത് കൈവരിച്ചുകൊണ്ട് വീണ്ടും ഒന്നാവുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒന്നായി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ അത് ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത്. അവരുടെ എനർജിയിൽ അവരിപ്പോൾ നിങ്ങളോട് ഒന്നും മിണ്ടാത്ത ഒരവസ്ഥ, അതായത് എന്തെങ്കിലുമൊക്കെ ഭൗതികപരമായ സന്തോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു മൂഡില്ല.
മൂഡില്ല. അവരിപ്പോൾ ഒരു സൈലൻറ്റ് മൂഡിലാണ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയോ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കുറച്ച് അകലത്തിലാണ്. വേണ്ടാത്ത ചില കാര്യങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു. വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, അതല്ല എങ്കിൽ അവരുടെ വീട്ടുകാർ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ കയറി ഇടപെടുന്നുണ്ടാവാം. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വീട്ടുകാരുടെ ഇടപെടൽ നിമിത്തം അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ നിമിത്തവും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഇവിടെ ഡെത്ത് എന്ന് പറയുന്ന ഈ ഒരു കാർഡ്. അതുവഴിയാണ് നിങ്ങളിവിടെ അകന്നു പോയിരിക്കുന്നത്. അതുവഴി അവരിവിടെ കുറച്ച് സൈലൻറ്റ് മൂഡ് വന്നിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്ന എന്താണ്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ചേരണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരിവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും പങ്കുചേരാതെ അവർ നന്നായിട്ട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ മുന്നോട്ട് വരാതിരിക്കില്ല. കാരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ നിന്നും അവിടെ ഈ ഒരു തടസ്സങ്ങളെ മാറ്റിമറിച്ച് മുന്നോട്ട് വരണം, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം, അതിനുള്ള സ്ട്രെങ്ത് നേടണം എന്നൊക്കെ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളിവിടെ എല്ലാ ദിവസവും നോക്കി നിൽക്കുന്ന എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ ഓപ്പൺ ആക്കി വരുന്നുണ്ടോ, അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ, എല്ലാ ദിവസവും ഇവിടെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും അതുപോലെ 9 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെയും എന്താണ്, ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ അകൽച്ചയിൽ. നിങ്ങളിവിടെ അവരിൽ നിന്നും നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയതിൽ നിങ്ങളിവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ മാത്രം നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അവരൂടെ ഇല്ലാതെ, അവരുടെ ആ സ്നേഹം കൂടി ലഭിക്കാതെ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ തമ്മിൽ, പക്ഷെ അവരുമായിട്ട് അകന്നു കഴിയുമ്പോൾ, ഉള്ളപ്പോഴാണെങ്കിൽ അതും ഇതുമൊക്കെ പറഞ്ഞ് വഴക്കടിക്കുക. പക്ഷെ 2-3 ദിവസം പിണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ വന്നേ പറ്റൂ എന്നുള്ള ഒരു വാശിയാണ്. വാശിയല്ല, അവർ വരാതെ, ആ സ്നേഹമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഹൃദയം മുറിപ്പെട്ട ഒരു വേദനയോടുകൂടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ ഒരു ജോലി ഭാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ എല്ലാം ഇവിടെ ഒന്ന് താഴെ വെച്ചിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണം എന്നാണ് നിങ്ങളിവിടെ വിചാരിക്കുന്നത്. അപ്പോൾ അവർ വീണ്ടും വരുമോ എന്നുള്ള ഒരു പേടി ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അകന്നുപോയി, നിങ്ങളിൽ നിന്നും അകന്നുപോയി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, വഴക്കിട്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയി. പക്ഷേ അവർ ഇനി വീണ്ടും വരുമോ, അവർ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് വരുമോ എന്നുള്ള പേടി. ചിലരാണെങ്കിൽ പറയും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് വരണ്ട, എനിക്കിനി കാണണ്ട, വേണ്ട എന്നൊക്കെ ചിലർ പറയും. ചിലരുടെ എനർജി അത്തരത്തിലുള്ളതാണ്. പക്ഷേ ചിലരുടെ എനർജി ആണെങ്കിലോ ഇവിടെ ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട്, ഭയം തുടങ്ങിയ അധമ വികാരങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പക്ഷേ ഇതിനെ നിങ്ങൾക്ക് ഇവിടെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത്തരം നിങ്ങൾ പേടി കുറച്ച് നാളുകൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. കാരണം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നല്ല ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾ ഒരുപാട് അവരെ ഓർത്തിട്ട് നല്ലതുപോലെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. മനസ്സിലായി. അവർക്ക് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നു, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആരാധനാലയങ്ങളിലൊക്കെ പോയി നിങ്ങൾ നേർച്ചകൾ, വഴിപാടുകൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം, അങ്ങനെ പല മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ അവർ വന്നു ചേരാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ, കാരണം അവരില്ലാതെ നിങ്ങളുടെ ജീവിതം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരും ഇവിടെ സൈലൻറ്റ് മൂഡിലാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോഴെന്താണ്, പോസിറ്റീവായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്നിട്ട് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? ഏസ് ഓഫ് കപ്സ്, കണ്ടില്ലേ? വീണ്ടും പുതിയ പ്രണയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു.
നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് വീണ്ടും തുടങ്ങാൻ പോകുന്നത്. കാരണം വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ, പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലായത്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് വീണ്ടും അത് വേണം. അതിനാൽ ഇവിടെ വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുന്നു. കാരണം ഇവിടെ നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. വീണ്ടും അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് വേർപിരിഞ്ഞിരിക്കാൻ തീരെയും കഴിയുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആകും. പക്ഷെ വീണ്ടും കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒന്നാവും. പിന്നെയും പിണങ്ങാതിരിക്കില്ല. അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു പിണക്കം എന്തായാലും ഉണ്ടാകുന്നു. അവിടെ നിന്നും പിണങ്ങുന്നു, വീണ്ടും ഇണങ്ങുന്നു. അങ്ങനെയാണ് ലൈഫ് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി 2-3 കാർഡ്സ് എടുക്കാവേ. ട്രെയിനിങ്ങിനാണ് അവർ വന്നു ചേരാൻ വേണ്ടി എന്ത് മാർഗം അവലംബിക്കാവോ? ഇവിടെ നിശ്ചലാവസ്ഥയിലാണ്. നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സൈലൻറ്റ് മോഡിലാണ്. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ആ എനർജി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അവരും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള സ്പിരിച്വൽ വേയിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിവിടെ കണ്ടില്ലേ, ഇത് ഡ്രീമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്ന ഈ ഒരു ലൈഫ് അവർ വന്നു ചേരാൻ വേണ്ടി അവരിത് സ്വപ്നം കാണുന്നുണ്ട്. കാരണം രണ്ടുപേരുടെ എനർജിയാണിത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള എനർജിയാണ് ഇത്. ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചേരുന്ന എനർജിയാണ്. സ്വപ്നം കാണലാണ്. അവരും സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളും സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ലൈഫ് വന്നു ചേരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പറഞ്ഞില്ല, ഇവിടെ സോൾമേറ്റ് കണക്ഷനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒന്ന് ചേരാതിരിക്കില്ല. നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാകും എന്ന് തന്നെയാണ് കാണുന്നത്. ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്തരത്തിലുള്ള എനർജീസ് ഉണ്ട്. ദൈവികമായ എനർജി നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് വീണ്ടും നിങ്ങളിൽ ഉടലെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ്നെസ് ആണ്, ഫ്രൂട്ട്ഫുൾ ആവുന്നുണ്ട് നിങ്ങളുടെ ജീവിതം. കണ്ടില്ല, ഇവിടെ നിങ്ങളുടെ ജീവിതം സാക്ഷാത്കാരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. ഈ ഒരു സാക്ഷാത്കാരത്തിലൂടെ നിങ്ങളുടെ ജീവിതം വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ച ആ പ്രണയ സാഫല്യം ഇവിടെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, വീണ്ടും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു നല്ലൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.